Hi friends, Assalamualaikum. Saifa vlogന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബെൽ ഐക്കണും കൂടെ ഒന്ന് അമർത്തുക. ഇന്നത്തെ വീഡിയോയിലൂടെ എറണാകുളം സ്റ്റൈൽ മീൻകറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. പുളി വേണം കേട്ടോ. ഒരു 3-4 പുളി എടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ നമ്മൾ വെള്ളത്തിലിട്ട് നല്ല പോലെ തിളപ്പിച്ച് ആ വെള്ളം എടുക്കാം. പുളി വേണ്ട, പുളി ഇടുന്ന ആളുകളും ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പുളി ഇടാം, പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ വെറൈറ്റി ഒരു ടേസ്റ്റ് ആവും. പുളി ഇട്ട് നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫാക്കി നമുക്കിത് ആറാൻ വെക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: മുളക് നിങ്ങളെ എരിവിന് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. അതേപോലെ നമുക്ക് കൊച്ചുള്ളി എടുക്കാം, വെളുത്തുള്ളി എടുക്കാം, 2 തക്കാളി ഇതുപോലെ ഇങ്ങനെ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, വേപ്പില. അതിന് ശേഷം നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയും എടുത്ത് നല്ല പോലെ അരച്ചെടുക്കുക. വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ പേസ്റ്റ് ആവുമൊന്നും വേണ്ട, ഒന്നിങ്ങനെ ചെറുങ്ങനെ ഇതുപോലെ ചതച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ചട്ടി വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ഇത് രണ്ടും മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ച് ആ എണ്ണ ചൂടായിട്ട്, ഞാൻ വെളിച്ചെണ്ണ എടുത്തത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് എണ്ണയും ഉപയോഗിക്കാം കേട്ടോ. ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. എണ്ണ ചൂടായി. അതിന് ശേഷം ഇനി വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് എടുത്ത് നല്ല പോലെ മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്ത് നല്ല പോലെ അത് വഴറ്റിയതിന് ശേഷം നല്ല പോലെ വഴലണം കേട്ടോ. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. വഴറ്റിയതിന് ശേഷം നിങ്ങൾ എത്ര മീൻ എടുക്കുന്നത് വെച്ചാൽ കറി എത്ര ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് ഇടാം കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇടണം. ഈ മുളകും പൊടി നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. അധികം മീനും കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ മുളകും പൊടി എടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ എടുത്ത്. ഇനി നല്ല പോലെ ഇളക്കി കൊടുക്കുക. മുളക് പൊടിയെല്ലാം നല്ല പോലെ മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പുളിയുടെ വെള്ളമുണ്ട്, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വെള്ളം മാത്രം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പുളി വേണ്ട, വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി, പച്ചമുളക്, കൊച്ചുള്ളി അതെല്ലാം ഇട്ട് നല്ല പോലെ തിളക്കട്ടെ. നല്ല പോലെ തിളച്ചിട്ട് ഉപ്പും നമ്മളെ ആവശ്യത്തിന് ഉപ്പും ഇടാം. അതെല്ലാം നല്ല പോലെ തിളച്ചതിന് ശേഷം നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച മീൻ കഷ്ണം ഇടാം. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് തിളപ്പിക്കാം. മീൻകറി നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങി വെക്കാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല മീനൊക്കെ നല്ല വെന്ത് ഷാറായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഉപ്പും എരിയും പുളിയും കറക്റ്റ്, അടിപൊളി കറി. എന്താ ടേസ്റ്റ്! നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കറി. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.